Welcome to Dr. Dan's Psychological Facts. Subscribe now for fresh weekly episodes. ഹായ്, ഫ്യൂച്ചർ ഫേക്കിംഗ് ഹെഡേക്ക്, അതാണ് ഈ ഹെഡേക്ക്. പല ടെസ്റ്റുകളും ചെയ്തു, ഡോക്ടർമാരെയും കണ്ടു, മരുന്നുകളും കഴിച്ചു, എന്നിട്ടും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാത്ത ആൾക്കാരിൽ ഈ ഭാഗത്ത് സ്ഥിരമായി തലവേദന എടുക്കുകയും എന്നാൽ പരിഹാരങ്ങളൊന്നും കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഈ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്തിടപഴകുന്ന ആൾക്കാരുമായിട്ട്, റിലേഷൻഷിപ്പുള്ള ആൾക്കാരുമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഫ്യൂച്ചർ ഫേക്കിംഗ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇവരെപ്പോഴും വലിയ വലിയ പ്രോമിസുകൾ നമുക്ക് തരും. ഭയങ്കരമായിട്ടുള്ള പ്രോമിസുകളായിരിക്കും, ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷകളായിരിക്കും. അതായത് ഒരുപാട് പണം കൊണ്ടുതരാമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ തരാമെന്നോ ഒന്നും ആയിരിക്കില്ല. നമ്മൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തരാം എന്നിവർ വാഗ്ദാനം ചെയ്യും, പ്രോമിസ് ചെയ്യും. അവരുടെ ആ പ്രോമിസിങ് എന്ന് പറയാൻ നമ്മൾ അങ്ങേയറ്റം വിശ്വസിച്ച് പോകും, ഇവരിപ്പോൾ കൊണ്ടുതരും, അതല്ലെങ്കിൽ ഇവർ ഉടനെ കൊണ്ടുതരും എന്നുള്ളത്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇവരിതൊന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനുണ്ട്. ഈ ഫ്രസ്ട്രേഷനിൽ നിന്നും നമുക്കുണ്ടാകുന്നൊരു ഹെഡേക്കാണ് ഈ ഹെഡേക്ക്. മുമ്പ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലവ് ബോംബ് വിട്രോവൽ ക്രാഷ് ഹെഡേക്കുമായി ബന്ധമുണ്ട്. കാരണം ഈ ലവ് ബോംബിങ് ഇവർ നടക്കുന്ന സമയത്ത് ഫ്യൂച്ചറിലേക്കുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ തരും. ഇങ്ങനെ വാഗ്ദാനങ്ങൾ തരികയും എന്നാൽ ഇവർ ലവ് ബോംബിങ് വിട്രോവൽ നടത്തി കഴിയുമ്പോൾ നമുക്ക് ഈ തന്ന വാഗ്ദാനങ്ങളൊന്നും നടക്കുന്നില്ല. അതല്ലെങ്കിൽ ഈ വാഗ്ദാനങ്ങൾ നമ്മൾ നടത്താനായി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, പല കാര്യങ്ങൾ നമ്മൾ വീണ്ടും ചോദിക്കുമ്പോൾ ഇവർ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇവർ എസ്കേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ഈവൻ നമ്മുടെ സെൽഫ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ലോജിക്കൽ ബ്രെയിനിന് അത് മനസ്സിലാവും, ഇയാൾ ഫേക്ക് ചെയ്യുകയാണ്, ഈ വ്യക്തി പറയുന്നത് മാത്രമേ ഉള്ളൂ, യാതൊരു കാര്യങ്ങളും ഈ വ്യക്തി ചെയ്യത്തില്ല. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഈ വ്യക്തി എല്ലാം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ വ്യക്തി ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, എനിക്ക് വേണ്ടി മാത്രം ഇയാൾ ഇത് ചെയ്യുന്നില്ല, ഇയാൾ ഈ പ്രോമിസുകളൊന്നും നിറവേറുന്നും ഇല്ല. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഫ്യൂച്ചർ ഫേക്കിംഗ് ഹെഡേക്ക്. എന്നാൽ നമുക്കിതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. നമ്മൾ ഈ പ്രതീക്ഷയിലാണ് ജീവിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യാം, മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ലവ് ബോംബിങ് ഇവർ ചെയ്യുകയും ചെയ്യും. ഈ ലവ് ബോംബിങ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് നമ്മളോട്, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് മറ്റത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ അത് അംഗീകരിക്കത്തില്ല. ഇമോഷണൽ ബ്രെയിനാണ് പറയുന്നത്, ഈ ലവ് ബോംബിങ്ങിൽ പെട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഇമോഷണൽ ബ്രെയിനാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇയാൾക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോടെന്നുള്ളത്. പക്ഷെങ്കിൽ ഒരിക്കലും ഇത് സ്നേഹമല്ല, ഇത് ലവ് ബോംബിംഗ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ്, നമ്മളെ ഇവരുടെ കൺട്രോളിലാക്കാനുള്ള ഒരു ടാറ്റിക്സാണ് ഇത്. സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്കറിയാവുന്ന പഴയ കഥകൾ നമ്മളൊന്ന് ഓർമ്മിച്ചെടുത്താൽ മതി. നമ്മൾ കഴുതയെ മുന്നോട്ട് നടത്താനായി കഴുതയുടെ മുമ്പിൽ പുല്ല് കെട്ടിത്തൂക്കിയിട്ടിട്ട് ആ പുല്ല് കിട്ടാൻ വേണ്ടി ഈ കഴുത മുന്നോട്ട് നടക്കുന്ന ഒരു സാധനം. ഇത് തന്നെയാണ് ഈ ഫ്യൂച്ചർ പ്രോമിസും ഇത് ഫേക്കിങ്ങും. കാരണം ഈ കഴുതയെ ഫേക്ക് ചെയ്യുകയാണ്. ഇത് എത്ര നടന്നാലും, കിലോമീറ്ററുകൾ 1000, 10,000 നടന്നാലും ഈ കഴുതയ്ക്ക് ഈ പുല്ല് കിട്ടത്തില്ല. കാരണം എന്താണ്, ഇത് മുമ്പിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് ചില പ്രോമിസുകൾ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഈ വിക്ടിമിനെ, ഈ വ്യക്തിയെ മുന്നോട്ട് നടത്തുകയാണ് ഈ NBD ഉള്ള ഈ ടോക്സിക് ആയിട്ടുള്ള ആൾ ചെയ്യുന്നത്. ഇത് ഈ വ്യക്തി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസുകളും അത് എത്ര എണ്ണം ഈ വ്യക്തി പാലിച്ചിട്ടുണ്ടെന്ന് നോക്കുകയും ഈ വ്യക്തി നടത്തുന്ന ലവ് ബോംബിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ ഇവിടെയാണ് നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നതെങ്കിൽ സ്ഥിരമായി, ഞാൻ എടുത്ത് പറയുകയാണ്, മറ്റ് കാര്യങ്ങളൊന്നും ടെസ്റ്റുകളിൽ കൂടെ കണ്ടുപിടിച്ചിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് ഫ്യൂച്ചർ ഫേക്കിംഗ് ഹെഡേക്കാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിൽ നിന്നും പുറത്ത് വരാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് വർത്ത്, സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യാനുള്ള വഴികൾ നോക്കുക. അതിന് നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ ജോലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു മാനദണ്ഡമല്ല. ഇതിന് നിങ്ങൾക്ക് സെൽഫായിട്ട് പുറത്ത് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാം. ഒരു തെറാപ്പിയിലൂടെ നിങ്ങൾ കടന്നു പോകാം. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അബ്യൂസ് എന്ന് പറയുന്നത് എന്താണെന്ന് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാം, കൂടുതൽ മനസ്സിലാക്കാം. നല്ലൊരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചാൽ ഈ വ്യക്തി തന്നെ ഇതിനെപ്പറ്റി കൂടുതലായി കൗൺസിലിങ്ങിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതെന്താണ് എന്നുള്ളത്. എപ്പോഴും ഞാൻ പറയുന്നത്, ഇതിൽ നിന്നൊക്കെ പുറത്ത് വരണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ധൈര്യം എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ കുട്ടികളെ നോക്ക്, കുടുംബത്തെ നോക്ക്, നാട്ടുകാരെ നോക്ക്, വീട്ടുകാരെ നോക്ക് എന്നൊക്കെ പറഞ്ഞു വരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കുട്ടികളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ. നിങ്ങളില്ലെങ്കിൽ ഇവരാരുമില്ല. നാളെ നിങ്ങൾ വീഴുന്നൊരു സമയത്ത് ഇവരാരും നിങ്ങളെ സഹായിക്കാൻ വരത്തില്ല. നിങ്ങളെ സഹായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഇപ്പോൾ നിങ്ങളെ സഹായിക്കുക. ഇങ്ങനെയുള്ള
ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ബന്ധങ്ങളിൽ നിന്നും പുറത്തു വരിക. ഞാനത് എപ്പോഴും എടുത്തു പറയുന്നു, ഇത് ഭാര്യയും ഭർത്താവോ കാമുകനോ കാമിയോ മാത്രമായിരിക്കണമെന്നില്ല. ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം, മാതാപിതാക്കളുടെ ഇതുപോലുള്ള NPD ഉള്ള മാതാപിതാക്കളുടെ വിക്റ്റിമായിട്ടുള്ള കുട്ടികളെ അവരനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും പുറത്തു വരാനായി ആദ്യം പുറത്തു വരണമെന്ന് തീരുമാനിക്കുക, ധൈര്യം സംഭരിക്കുക, മുന്നോട്ട് പോവുക. താങ്ക് യു. Thanks for watching Dr. Dan's. Subscribe to unlock the mysterious world of psychology with Dr. Abhay Daniel.